നമ്മുടെ IBO2-ൻ്റെ 4-ാമത്തെ യൂണിറ്റ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. എന്താണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ? സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിനെ വ്യത്യസ്ത പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുക. നമ്മളൊരു മാർക്കറ്റിലേക്ക് നമ്മൾ പ്രൊഡക്റ്റായിട്ട് ഇറങ്ങുമ്പോൾ ആളുകൾ കൺസ്യൂമേഴ്സ് വ്യത്യസ്ത ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഉള്ള ആളുകളായിക്കാരം, വ്യത്യസ്ത ബിഹേവിയറുള്ള ആളുകളായിക്കാരം, വ്യത്യസ്ത ഇൻകം ഉള്ള ആളുകളായിക്കാരം, വ്യത്യസ്ത ഏജുള്ള ആളുകളായിക്കാരം. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റായിട്ട് ഇറങ്ങുമ്പോൾ എല്ലാവരിലേക്കും ഒരുപോലെ ഇറങ്ങിയിട്ട് കാര്യമില്ല. നമുക്ക് ആളുകളെ ഫേസ് ചെയ്യാനും അല്ലെങ്കിൽ ആളുകൾക്ക് നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാനും അതിൻ്റെ ഇടയിൽ നമുക്കുള്ള മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റിയും ഗ്രാബ് അതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും മാർക്കറ്റിനെ വ്യത്യസ്ത സെഗ്മെൻറ്റുകളാക്കി വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി തിരിക്കണം. ദാറ്റ് മീൻസ് നമ്മുടെ കൺസ്യൂമേഴ്സിനെ നമ്മുടെ കസ്റ്റമേഴ്സിനെ സിമിലർ സ്വഭാവമുള്ള ആളുകളെ ഓരോ ഗ്രൂപ്പാക്കി തിരിക്കുക. അതൊരു പക്ഷേ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കുമ്പോൾ ഏഷ്യ ഒരു സെഗ്മെൻറ്റ്, യൂറോപ്പ് മറ്റൊരു സെഗ്മെൻറ്റ്, അങ്ങനെയാക്കാം. അല്ലെങ്കിൽ ഇന്ത്യ വേറെ, ചൈന വേറെ, പാകിസ്ഥാൻ വേറെ, അങ്ങനെയാക്കാം. അല്ലെങ്കിൽ ആളുകളുടെ ഏജിൻ്റെ ബേസിൽ ഒരു 50+, 50ൻ്റെ മേലുള്ള ടീമിനെ വ്യത്യസ്ത ഇത്, അല്ലെങ്കിൽ 50ൻ്റെ താഴെയുള്ള വേറെ, ഒരു 10 വയസ്സിലുള്ള കുട്ടികളെ മറ്റൊരു സെഗ്മെൻ്റ് ആക്കിയിട്ട് തിരിക്കുക. അല്ലെങ്കിൽ മെയിലിന് വേറെ, ഫീമെയിലിന് വേറെ, ഇങ്ങനെ തിരിക്കുക. ഇങ്ങനെ വ്യത്യസ്തമാക്കിയിട്ട് ഒരേ ബിഹേവിയർ കാണിക്കുന്ന കൺസ്യൂമേഴ്സിനെ വേറെ വേറെ സെഗ്മെൻ്റാക്കി തിരിക്കുന്നത്, വേറെ വേറെ പാർട്ടാക്കി തിരിക്കുന്നതിനാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. എന്താണെങ്കിൽ നമ്മുടെ മാർക്കറ്റിനെ, നമ്മുടെ കസ്റ്റമേഴ്സിനെ ഇങ്ങനെ വ്യത്യസ്ത ടീമാക്കി വിഭജിച്ച് എന്താണ് കാര്യമുള്ളത്? അതിൻ്റെ ഒബ്ജക്റ്റീവ് ഒന്ന് കൺസ്യൂമേഴ്സിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് അതിൻ്റെ ഇടയിലുള്ള അവരുടെ ഓരോ സെഗ്മെൻറ്റിൻ്റെയും ഓരോ ടീമിൻ്റെയും നീഡ്സ് മനസ്സിലാക്കിയിട്ട് അവിടെ നമുക്ക് നല്ലൊരു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഓരോ സെഗ്മെൻറ്റിലേക്ക് നമ്മൾ എത്രത്തോളം ക്യാഷ് ഫണ്ട് ഇറക്കണം. ചില സെഗ്മെൻറ്റിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ട് കാര്യം ഉണ്ടാവില്ല, അവിടെ നമുക്ക് ഒരു ക്ലച്ച് കിട്ടില്ല, അപ്പോൾ ആ സെഗ്മെൻറ്റിലേക്ക് ഇറങ്ങണ്ട. അപ്പോൾ ഇതിനൊക്കെയാണ് മാർക്കറ്റിനെ വ്യത്യസ്ത ടീമാക്കി വിഭജിക്കുന്നതിനാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുക. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതേ വിഷയം. നെക്സ്റ്റ്, ഒരു മാർക്കറ്റിനെ നമ്മൾ സെഗ്മെൻറ്റാക്കി തിരിക്കുമ്പോൾ മാർക്കറ്റിനെ വ്യത്യസ്ത പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ അത് എഫക്റ്റീവ് ആവണമെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, മെഷറബിൾ. നമ്മളൊരു മാർക്കറ്റിനെ ഓരോ സെഗ്മെൻറ്റാക്കി തിരിക്കുമ്പോൾ ഓരോ സെഗ്മെൻറ്റും നമുക്ക് കൃത്യമായി അളക്കാൻ പറ്റിയതാവണം. ഈ സെഗ്മെൻറ്റിൽ ഇത്ര കൺസ്യൂമേഴ്സ് ഉണ്ട്, അവർക്ക് ഇത്രത്തോളം വാങ്ങാനുള്ള പവറുണ്ട്, അവരുടെ ടേസ്റ്റ് ഇന്നതാണ്, അവർക്ക് ഇൻകം എത്ര ഉണ്ട്, ഇങ്ങനെ അവർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. അതുപോലെ ആക്സസിബിൾ, ആ കൺസ്യൂമേഴ്സിന് കമ്പനിയുടെ അവരിലേക്ക് എത്താൻ കമ്പനിക്ക് സാധിക്കണം. കമ്പനീൻ്റെ ഹാൻഡിൻ്റെ അണ്ടറിലാവണം, വിത്തിൻ ദ റീച്ച് ഓഫ് ദി കമ്പനി. നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു കമ്പനി ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ ഏഷ്യ, ആഫ്രിക്ക എന്നാണെങ്കിൽ തിരിച്ചിട്ട് കാര്യമില്ല. ആഫ്രിക്കയിലേക്കൊന്നും നമുക്ക് എത്താൻ കഴിയില്ലെങ്കിൽ പിന്നെ അതൊരു സെഗ്മെൻറ്റാക്കി തിരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ കമ്പനീൻ്റെ റീച്ചിലുള്ളതായിട്ട് ഒരു സെഗ്മെൻറ്റിനെ തിരിക്കണം. അതുപോലെ ഡിഫറൻഷ്യബിൾ സെഗ്മെൻറ്റ് നമ്മൾ കണ്ണടച്ചിട്ട് വ്യത്യസ്ത സെഗ്മെൻറ്റാക്കി തിരിക്കലല്ല. ഓരോ സെഗ്മെൻറ്റും മറ്റേ സെഗ്മെൻറ്റിൽ നിന്ന് ഡിഫറൻ്റ് വേണം, അപ്പോഴല്ലേ നമ്മൾ വ്യത്യസ്തമാക്കി ഡിവൈഡ് ആക്കുന്നതുകൊണ്ട് കാര്യമുള്ളൂ. അപ്പോൾ ഓരോ ടീമും തമ്മിൽ ഡിഫറൻസ് വേണം. അതുപോലെ ആക്ഷണബിൾ, ഓരോ സെഗ്മെൻറ്റും നമ്മൾ ആക്ഷൻ എടുക്കാൻ നമുക്ക് കഴിയണം. എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. ഇപ്പോൾ ഒരു ഫേസ് ക്രീം, മുഖം ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രീം ഉണ്ടാക്കുന്നത് നമുക്ക് 60 മുതൽ 60 വയസ്സിൻ്റെ മേലേക്കുള്ള ടീം മറ്റൊരു സെഗ്മെൻറ്റാക്കി, ഒരു 30 മുതൽ 60 വരെയുള്ള ഒരു സെഗ്മെൻറ്റ്, 10 മുതൽ 30 വരെയുള്ള ഒരു സെഗ്മെൻറ്റ്, 10 വയസ്സിൻ്റെ താഴെ മറ്റൊരു സെഗ്മെൻറ്റ്, ഇങ്ങനെ ആക്കി തിരിച്ചാൽ ഈ 60 മുതൽ 60ൻ്റെ മേലേക്കുള്ള ആളുകൾക്ക് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും സ്ട്രാറ്റജി അവിടെ അപ്ലൈ ചെയ്യാൻ കഴിയുമോ? ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ സെഗ്മെൻറ്റിൻ്റെ കാര്യമില്ല. അവിടെ നമുക്ക് ഏറ്റവും നല്ലത് ആണ് വേറെ പെണ്ണ് വേറെ, മെയില് ഫീമെയില്, അവർക്ക് രണ്ടുകൂട്ടർക്കും വ്യത്യസ്ത തരത്തിലുള്ള ക്രീമാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ആളും അതിൻ്റെ ലാസ്റ്റ് സബ്സ്റ്റാൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആ സെഗ്മെൻറ്റിലുള്ള കൺസ്യൂമേഴ്സിൻ്റെ കൃത്യമായ അവരെ വിവരങ്ങൾ, ഏജും ജെൻഡറും ജോബ് സ്റ്റാറ്റസ് etc അത് കൃത്യമായിട്ട് നമുക്ക് അവൈലബിൾ ആവണം, ഡാറ്റ കളക്ട് കിട്ടണം എന്നർത്ഥം. നെക്സ്റ്റ്, ഇങ്ങനെയൊക്കെ മാർക്കറ്റിനെ വ്യത്യസ്തമാക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, സെഗ്മെൻറ്റേഷൻ നടത്താൻ കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അഡ്വാൻറ്റേജ്? ഒന്ന്, കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ, നീഡ്സ് ആൻഡ് വാണ്ട്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഓരോ മാർക്കറ്റിംഗ് വേണ്ട സ്ട്രാറ്റജീസ് മേക്ക് ചെയ്യാൻ നമുക്ക് സിമ്പിളാകും. അതുപോലെ നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എന്തൊക്കെ ത്രെഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ വീക്ക്നെസ് നമുക്കുണ്ട്, എന്തെല്ലാം സ്ട്രെങ്ത്ത് നമുക്കുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്കുള്ള റിസോഴ്സ്, നമ്മളുള്ള കയ്യിലുള്ള പണം ഏറ്റവും എഫക്റ്റീവ്ലി യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് സെഗ്മെൻറ്റേഷൻ നടത്തിയാൽ ഒരുപാട് സെയിൽസ് വർദ്ധിക്കാൻ പറ്റും, നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ
മാർക്കറ്റിംഗ് മിക്സ് പ്രോപ്പർലി യൂസ് ചെയ്യാൻ പറ്റും. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ എന്നൊക്കെ മുമ്പ് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒരു സെഗ്മെൻറ്റേഷൻ നടത്തുക. എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വ്യത്യസ്തമാക്കി ഡിവൈഡ് ചെയ്യുന്നതെന്ന് അർത്ഥം. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിംഗ് നല്ല സ്ട്രാറ്റജി നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമല്ലോ. ഇൻ്റർനാഷണൽ മാർക്കറ്റ് നമ്മൾ എന്ത് ബേസിലാണ് തരംതിരിക്കുക? സെഗ്മെൻറ്റേഷൻ മാർക്കറ്റിനെ വ്യത്യസ്ത പാർട്ടാക്കി ഡിവൈഡ് ചെയ്യാനല്ലേ. ഇൻ്റർനാഷണൽ മാർക്കറ്റ് നമുക്ക് ജിയോഗ്രഫിക്കൽ സെഗ്മെൻറ്റേഷൻ നടത്താം. ഓരോ കൺട്രീസ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഓരോ വൻകരകൾ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു കൺട്രീനെ തന്നെ വ്യത്യസ്ത പാർട്ടുകളാക്കിയിട്ട് അങ്ങനെയൊക്കെ തിരിക്കാൻ പറ്റും. ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്നാൽ ആളുകളുടെ പോപ്പുലേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ ആളുകളുടെ ഏജിനനുസരിച്ച്, അല്ലെങ്കിൽ ആളുകളുടെ ഒക്കുപ്പേഷൻ അനുസരിച്ച്, ഇങ്ങനെയൊക്കെ ഡെമോഗ്രാഫിക് തരത്തിൽ നമുക്ക് സെഗ്മെൻറ്റേഷൻ നടത്താം. ഓരോന്നും ഇവിടെ വിശദീകരിക്കുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ സൈക്കോളജിക്കൽ വിഷയങ്ങൾ എടുത്തിട്ട് അവരുടെ പ്രത്യേക വാല്യൂ, അവരുടെ ആറ്റിറ്റ്യൂഡ്, ബയേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ്, ഓരോ പേഴ്സണാലിറ്റി, ഇതൊക്കെ വെച്ചിട്ട് ബയേഴ്സിൻ്റെ സൈക്കോളജി അനുസരിച്ച് അവരെ വ്യത്യസ്തമാക്കി ഡിവൈഡ് ചെയ്യാം. ചിലരെല്ലാവരും നല്ല ഹെൽപ്പിംഗ് മൈൻഡും അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടാവും. ചില ആളുകൾ അവരെ ഒന്ന്, ചിലർ പിന്നെ ഓരോ ചില കാര്യങ്ങൾക്ക് അവർ കൊടുക്കുന്ന വാല്യൂ ഉണ്ടാകും. ചിലർ അവരുടെ സൗന്ദര്യത്തിന് കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ചിലർ ഫാമിലിക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ടീം ഉണ്ടാവും. അവിടെ നമുക്ക് നമ്മുടെ ഡ്രസ്സ് സപ്ലൈ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അവരെ വേറെ തന്നെ ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അവർ ഫാമിലിക്ക് ഓരോ ചെറിയ ഒക്കേഷൻ ഉണ്ടാകുമ്പോഴൊക്കെ നല്ല ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്ന ടീമായിരിക്കും. അതിനിപ്പോൾ വില അവരൊരു വിഷയമാക്കില്ല. എന്നാൽ എവിടെയും വില നോക്കിയിട്ട് അങ്ങനെ നോക്കുന്ന ചില ആളുകളുണ്ടാവും. അങ്ങനെ സൈക്കോളജിക്കൽ സെഗ്മെൻറ്റേഷൻ എടുത്താൽ ബിഹേവിയർ സെഗ്മെൻറ്റേഷൻ, അതേപോലെ നേരത്തെ ബിഹേവിയർ, ഇതേപോലെ തന്നെ ആളുകളുടെ പെരുമാറ്റത്തിനനുസരിച്ച് സെഗ്മെൻ്റ് ആക്കി ചെയ്യിക്കാം. ബെനഫിറ്റ് സെഗ്മെൻറ്റേഷൻ, നമ്മളെ പ്രൊഡക്റ്റിൽ നിന്ന് കസ്റ്റമേഴ്സ് പ്രതീക്ഷിക്കുന്ന ബെനഫിറ്റ്, നമ്മളെ പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു കമ്പി ഇറക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിമൻറ്റ് ഇറക്കുന്ന കമ്പനി, ചിലർക്കത് തേപ്പിനായിരിക്കും, ചിലർക്കത് വാർപ്പിനായിരിക്കും, അതുപോലെ ചിലർക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് കയറും. അപ്പോൾ അവർ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാല്യൂവിനനുസരിച്ച് നമുക്ക് സെഗ്മെൻ്റ് ആക്കി ചെയ്യിക്കാം. അപ്പോൾ നമുക്കുണ്ടല്ലേ ഈ സിമൻറ്റ് കമ്പനികളൊക്കെ പേസ്റ്റിംഗ് നടത്താൻ, അതായത് പ്ലാസ്റ്ററിങ് നടത്താൻ തേപ്പിനായിട്ട് പ്രത്യേക സിമൻറ്റ് ഇറക്കുന്നുണ്ട്. അധികം വെള്ളം നനക്കേണ്ട ആവശ്യമൊന്നുമില്ലാത്ത നല്ല മിനുസുള്ളത്, വാർപ്പിന് സ്ട്രോങ് ആയ സിമൻറ്റ് അവർ ഇറക്കുന്നുണ്ട്. അതൊക്കെ കസ്റ്റമേഴ്സിനെ അവരുടെ ബെനിഫിറ്റ് അനുസരിച്ച് സെഗ്മെൻറ്റേഷൻ നടത്തുക. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അത് അവരുടെ പർച്ചേസിങ് പവർ, അതുപോലെ പിന്നെ അവിടെ ഓരോന്ന് പറയുന്നുണ്ട്. പർച്ചേസിങ് ക്വാണ്ടിറ്റി, കൂടുതൽ വാങ്ങുന്ന ആളുകളാണോ, ഒക്കേഷൻ ഓഫ് പർച്ചേസ്, സ്റ്റാറ്റസ് ഓഫ് ബയർ, ഇതൊക്കെ ബിഹേവിയറിൽ പെടും. അപ്പോൾ സെഗ്മെൻറ്റേഷൻ നടത്താനുള്ള ബേസുകളാണിത്. എന്ത് വെച്ചിട്ടാണ് നമ്മൾ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് വാട്ട് ഈസ് മാർക്കറ്റ് ടാർഗറ്റിംഗ്. നമുക്ക് ഒരു മാർക്കറ്റിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുക. ചില സമയത്ത് നമുക്ക് എല്ലാ മാർക്കറ്റ് നമ്മൾ വ്യത്യസ്ത സെഗ്മെൻ്റാക്കി തിരിച്ചിട്ട് എല്ലാ സെഗ്മെൻറ്റിലേക്കുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കി അപ്ലൈ ചെയ്ത് ഇറങ്ങാനുള്ള ഒരു റിസോഴ്സും നമ്മൾ കയ്യിലുണ്ടാകും. നമ്മൾ ചെറിയ കമ്പനിക്ക് അപ്പോൾ മൊത്തത്തിൽ ഇറങ്ങുന്നത് നമുക്ക് അപകടമായിരിക്കും. അതുകൊണ്ട് ഒരു നിശ്ചിത മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്യുക. നമുക്ക് വളരെ ലോ കോസ്റ്റിൽ ഹൈ ഇൻകം ഉണ്ടാക്കാൻ പറ്റിയൊരു മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ട പ്രൊഡക്റ്റ് നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ബയറാണ്. അതായത് കമ്പനി ആരെയാണോ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണോ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് എത്തിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു ടീമിനെയാണ് മാർക്കറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞത്, ടാർഗറ്റഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു മാർക്കറ്റ് ടാർഗറ്റിംഗ് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് അറിയേണ്ടത്. അപ്പോൾ ഒരു മാർക്കറ്റ് സ്ട്രാറ്റജി, ഒരു മാർക്കറ്റ് ടാർഗറ്റിങ്ങിൻ്റെ അതിൻ്റെ സ്റ്റെപ്പുകൾ, അതിൻ്റെ പ്രൊസീജിയറുകൾ എന്നും പറയാം. അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള ടാർഗറ്റിങ്. ഒന്ന് കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് ഉണ്ട്, ഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിംഗ് ഉണ്ട്, അൺഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിംഗ് ഉണ്ട്, ചൂസിങ് എ പ്രൊഡക്റ്റ്. ഇതിൽ കോൺസെൻട്രേറ്റഡ് മാർക്കറ്റ് എന്നാൽ ചെറിയ ഒരു സ്ഥാപനമാണ്, ചെറിയ ബിസിനസ്സാണ്. എല്ലാ മാർക്കറ്റിലെ എല്ലാ കൺസ്യൂമേഴ്സിനൊന്നും അവർക്ക് വേണ്ട പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാനുള്ള ഒരു റിസോഴ്സൊന്നും ഇവരെ കയ്യില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഒരു ടീമിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവർക്കുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. ഇപ്പോൾ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണെങ്കിൽ, ഇപ്പോൾ നമ്മളെ പല ബിസ്ക്കറ്റ് കമ്പനികൾ അവർ നോർമൽ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ക്രീം ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ബിസ്ക്കറ്റ് കമ്പനി എടുക്കുകയാണെങ്കിൽ എല്ലാം കൂടി നമുക്ക് കഴിയില്ല. നമുക്ക് തൽക്കാലം ചെറിയ കുട്ടികൾ എന്നൊരു സെഗ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ട് അതിനെ ടാർഗറ്റ് ചെയ്തിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ചെറിയ കുട്ടികൾക്ക് ഒരു
2 മുതൽ 5 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു LKG പോണ പ്രായമുള്ള അവർക്കുള്ള ബിസ്ക്കറ്റ്, അവ കുറച്ച് മിൽക്കും അല്ലെങ്കിൽ പിന്നെ ഈ ബൂസ്റ്റ്, ഹോർലിക്സ് ഇങ്ങനത്തെ ഒക്കെ പൊടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയ ബിസ്ക്കറ്റ്, അതിൽ മാത്രം കോൺസെൻട്രേറ്റ് അങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിൽ നമ്മുടെ മാർക്കറ്റിന് വ്യത്യസ്ത സെഗ്മെൻറ്റാക്കി തിരിക്കുക. ഓരോ സെഗ്മെൻറ്റിനെ പറ്റിയും കൃത്യമായിട്ട് പഠിക്കുക. എന്നിട്ട് ഓരോരുത്തർക്കും വ്യത്യസ്തമായ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ടാർഗറ്റിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡിഫറൻഷ്യേറ്റഡ്. നെക്സ്റ്റ് അൺഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റ്. ഇവിടെ അൺഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിൽ നമ്മൾ വ്യത്യസ്ത ഡിഫറൻഷ്യേറ്റ് ആക്കുന്നില്ല, മറിച്ച് നമ്മളെ എല്ലാ ആളുകളെ പറ്റിയിട്ട് നമ്മളെ മാർക്കറ്റിൽ നമ്മളെ കസ്റ്റമേഴ്സിനെ എല്ലാവരെ പറ്റി പഠിച്ചിട്ട് എല്ലാവർക്കും പറ്റിയ ഒരു സ്ട്രാറ്റജി നമ്മൾ തയ്യാറാക്കുകയാണ്. എന്നിട്ട് അതിന് മാസീവ് പരസ്യമൊക്കെ കൊടുത്തിട്ട് എല്ലാവരെ കൊണ്ടും അത് വാങ്ങിപ്പിക്കുന്ന ആ ഒരു മെത്തേഡാണ് അൺഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിംഗ്. അതുപോലെ ചൂസിങ് എ പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റിൻ്റെ ചൂസിങ്ങും സെഗ്മെൻറ്റേഷനെ ബാധിക്കും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ടാർഗറ്റിങ്ങിനെ ബാധിക്കും. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ, ഒരു പ്രൊജക്റ്റിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് ആണെങ്കിൽ ആ ഇനീഷ്യൽ സ്റ്റേജിൽ എല്ലാ മാർക്കറ്റ് സെഗ്മെൻറ്റേഷനിലും കൊണ്ടുപോയിട്ട് നമ്മൾ അത് വിൽക്കുക എന്നുള്ള പ്രയാസമാണ്. അവിടെ നമുക്ക് ഏറ്റവും നല്ലത് കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് ആണ്. ഒരു മാർക്കറ്റിനെ മാത്രം, ഒരു ചെറിയൊരു ടീമിനെ മാത്രം ടാർഗറ്റ് ചെയ്യുക. എന്നാൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഗ്രോത്ത് സ്റ്റേജ് കടന്നതിൻ്റെ ഒരു മെച്യൂരിറ്റി സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ, എല്ലാവരും വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അവിടെ നമുക്ക് വേണമെങ്കിൽ അൺഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റോ ഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റോ ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ടാർഗറ്റിംഗ്, ഒരു മാർക്കറ്റ് നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ അതിന് വ്യത്യസ്ത സ്ട്രാറ്റജീസ് അതിലുണ്ട്. ഇവിടെ നമുക്ക് ഈ പ്രൊസീജിയറിന് വെട്ടിക്കളയാം, മറിച്ച് സ്ട്രാറ്റജീസ് ഓഫ് മാർക്കറ്റ് ടാർഗറ്റിങ്ങിൻ്റെ 4 സ്ട്രാറ്റജിയാണ് ഇത്. കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ്, ഇത് മനസ്സിലാക്കണം. ഒരു ടീമിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിംഗ്, നമ്മളെ മാർക്കറ്റിനെ വ്യത്യസ്തമാക്കി തിരിച്ചിട്ട് ഓരോരുത്തർക്കും വേണ്ടി പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ചെയ്യുക. അൺഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിങ്ങിൽ മാർക്കറ്റിനെ വ്യത്യസ്തമായി തിരിക്കുന്നില്ല, നമ്മൾ ഒറ്റ പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് എല്ലാവരെയും അതിലേക്ക് എത്തിക്കുന്ന ഒരു ശൈലി. ചൂസിങ് എ പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ അനുസരിച്ചും മാർക്കറ്റ് ടാർഗറ്റിങ് വ്യത്യാസമാവും. അതായത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് നല്ലത്, പിന്നെ ഗ്രോത്ത് മെച്യൂരിറ്റിക്ക് എത്തുമ്പോൾ നമുക്ക് ഡിഫറൻഷ്യേറ്റഡ് അൺഡിഫറൻഷ്യേറ്റഡ് ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് പൊസിഷനിങ്. എന്താണ് മാർക്കറ്റ് പൊസിഷനിങ്? നമ്മുടെ പ്രൊഡക്റ്റിന് കൺസ്യൂമേഴ്സിൻ്റെ മനസ്സിൽ സ്ഥാനം നേടുന്നതിനാണ് മാർക്കറ്റ് പൊസിഷനിങ് എന്ന് പറയും, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്ന് പറയും. എന്നാൽ കൺസ്യൂമേഴ്സിൻ്റെ മനസ്സിലൊരു സ്ഥാനം കിട്ടുക, അങ്ങനെ സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പല പ്രൊഡക്റ്റുകൾ നമ്മുടെ മനസ്സിലേക്ക്, ഇപ്പോൾ സാംസങ് എന്നുള്ളൊരു ബ്രാൻഡ് നമ്മുടെ മനസ്സിലേക്ക് അതിൻ്റെ പൊസിഷൻ നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ സാംസങ് എന്തിറക്കിയാലും നമ്മൾ ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ അതിനൊരു മുൻതൂക്കം കൊടുക്കും. പിന്നെ 3 തരത്തിലുള്ള പൊസിഷൻ ഉണ്ട്. ഒന്ന് കമ്പാരിറ്റീവ് സ്ട്രാറ്റജി പൊസിഷനിങ്, അതായത് നമ്മുടെ കൂടെയുള്ള നമ്മളോട് മത്സരിക്കുന്ന മറ്റ് ടീമിനോട് കമ്പയർ ചെയ്തിട്ട് അതുപോലത്തെ സിമിലർ പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കുക. ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിലേക്ക് ഇറങ്ങുമ്പോൾ, മൊബൈൽ ഫോൺ നമ്മളിപ്പോൾ പുതിയൊരു കമ്പനി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മത്സരിക്കുന്ന ഇവിടുത്തെ വിവോ, ഓപ്പോ, സാംസങ്ങിനാണ്. അപ്പോൾ ഇവരെ പോലത്തെ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുക, എന്നിട്ട് അവരെ പോലത്തെ ഒരു സ്ഥാനം നമ്മൾ ആളുകളുടെ മനസ്സിലേക്ക് കയറുക. അതാണ് കമ്പാരിറ്റീവ് സ്ട്രാറ്റജി. ഡിഫറൻഷ്യേറ്റീവ് സ്ട്രാറ്റജി പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ അവരെ പോലെയാണ്, നമ്മളൊരു ഡിഫറൻ്റ് ആവുക അല്ലേ. പുതിയ ഒരു ഫോൺ ഇറക്കുക, പുതിയൊരു ഫോൺ പറഞ്ഞാൽ ഫുൾ ഗ്ലാസ് ആയിട്ട്, അല്ലെങ്കിൽ ഇതുവരെ ആരും കൊണ്ടുവരാത്ത ചില ടെക്നോളജി കൊണ്ടുവന്നിട്ട് മറ്റുള്ളവരെ പോലെ ആവാം. നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് ആളുകൾ മനസ്സിൽ, അങ്ങനെയല്ല, നമ്മൾ ഡിഫറൻ്റ് ആകുമ്പോൾ ആളുകളുടെ മനസ്സിൽ ഒരു സ്ഥാനം കിട്ടും. അതിൽ നിലവിലിപ്പോഴുള്ള കോമ്പറ്റീറ്റേഴ്സിനെ പോലെ നമ്മളാവുമ്പോൾ അവരെ പോലെ സ്ഥാനം നമുക്ക് കിട്ടും. ലാസ്റ്റ് സെഗ്മെൻറ്റേഷൻ സ്ട്രാറ്റജി ഉണ്ട് മാർക്കറ്റ് പൊസിഷനിൽ. നമ്മളെ പ്രൊഡക്റ്റ് വ്യത്യസ്ത സെഗ്മെൻറ്റേഷനിലുള്ള ആളുകൾക്ക് വ്യത്യസ്ത രൂപത്തിൽ ഇറക്കാം. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇറക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഫെയർ ആൻഡ് ലവ്ലി ടീം അവർ ജെൻസിന് ഒരു പ്രത്യേക തരത്തിലുള്ള പ്രൊഡക്റ്റ് ഇറക്കി അവരെ മനസ്സിലിടുന്നതും, ലേഡീസിന് വേറെ പ്രത്യേക തരത്തിലുള്ള പ്രൊഡക്റ്റ് ആക്കിയിട്ട് അവരെ മനസ്സിലിടുന്നതും, ഇങ്ങനെതാണ് സെഗ്മെൻറ്റേഷൻ സ്ട്രാറ്റജിയിലൂടെയുള്ള മാർക്കറ്റ് പൊസിഷനിങ്. എന്തായാലും മാർക്കറ്റ് പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ നമ്മുടെ പ്രൊഡക്റ്റിനൊരു സ്ഥാനം ഉണ്ടാക്കി തീർക്കാം. ഹൈടെക് പൊസിഷനുണ്ട്, ഹൈടച്ച് പൊസിഷനുണ്ട്. വളരെ സിമ്പിളാണ്. പ്രൊഡക്റ്റ് നല്ല ഫീച്ചേഴ്സുകളൊക്കെ കൊടുത്തിട്ട് ആളുകളുടെ മനസ്സിൽ പൊസിഷൻ നേടുന്നതിനാണ് എന്താ പറയുക, ഹൈടെക് പൊസിഷൻ എന്ന് പറയുക. ഇപ്പോൾ പുതിയ ഫോണുകളൊക്കെ ഇറങ്ങുമ്പോൾ പുതിയ കമ്പനിയൊക്കെ ഒരുപാട് ഫീച്ചേഴ്സുകൾ, ഇപ്പം ആദ്യമൊക്കെ ലോക്കായിരുന്നു ഫോൺ, നമ്മുടെ പാറ്റേൺ ലോക്കായിരുന്നു, പിന്നെ ഫിംഗർ വന്നു. ഒരു ടീം ഫിംഗർ വെച്ചുള്ള ഇറക്കിയിട്ട് ആളുകളുടെ മനസ്സിൽ സ്ഥാനം നേടി. അതിലൊക്കെ ആപ്പിളൊക്കെ ഫേസ് ലോക്ക് ഇറക്കി, അതിലൊക്കെ ചില സൈഡിലുള്ള ഫിംഗർ ആക്കി. ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ ഫീച്ചേഴ്സിലൂടെ പൊസിഷനിങ് ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഹൈടെക് പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സിൽ മാറ്റമൊന്നുമില്ല,
മറിച്ച് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഇമേജിലൂടെ ഭയങ്കര പരസ്യം ചെയ്തിട്ടും അല്ലാത്ത തരത്തിലൊക്കെ പുതുതായിട്ട് അതിലേക്ക് ഫീച്ചേഴ്സൊന്നുമില്ല, ഭയങ്കര പരസ്യവും മറ്റും ആയിട്ട് ആളുകളെ മനസ്സിലിടം നേടുന്നതിനാണ് ഹൈടെക് പൊസിഷനിങ് എന്ന് പറയുക. അപ്പോൾ ഇതിന് കുറച്ച് കോസ്റ്റ് കൂടും, കാരണം ടെക്നിക്കൽ കാര്യത്തിലല്ല ഇവിടെ നോക്കുന്നത്, മറിച്ച് ആ പ്രൊഡക്റ്റിൻ്റെ ഇമേജ് എങ്ങനെയും കൂട്ടുക. അതൊരു വലിയ ഒരു ആക്ടറിനെ കൊണ്ടുവന്നിട്ട് അഡ്വർടൈസ്മെൻറ്റ് നടത്തിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്യാപ്ഷൻ വേർഡ് കൊടുത്തിട്ടോ പരസ്യം കൊടുത്തിട്ടോ പല നിലക്കാവാം. ആ പ്രൊഡക്റ്റിൻ്റെ ഇമേജ് കൂട്ടിയിട്ടുള്ള പൊസിഷനിങ് ആണ്. മറ്റേത് പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് കൂട്ടിയിട്ടുള്ള പൊസിഷനാണ് ഹൈടെക്കും അതേപോലെ ഹൈടച്ച്. ഇനി മൂന്നും തമ്മിലുള്ള ആ ഒരു ബന്ധം ഒന്നുമില്ല. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ പറഞ്ഞാൽ മാർക്കറ്റിനെ വ്യത്യസ്തമാക്കി ഡിവൈഡ് ചെയ്യുക അവരുടെ വ്യത്യസ്ത സ്വഭാവങ്ങൾക്കനുസരിച്ച്. അതിൽ ഒരു നിശ്ചിത മാർക്കറ്റ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതാണ് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറയുക. മാർക്കറ്റ് പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റിന് കൺസ്യൂമേഴ്സിൻ്റെ മനസ്സിൽ ഒരു ഇടം ഉണ്ടാക്കി തീർക്കുക. നമുക്ക് അടുത്ത യൂണിറ്റ് നമ്പർ 5